ചില ഹിമാലയൻ യോഗികൾക്ക് 100 വയസ്സിലും യുവാക്കളെപ്പോലെ അപാരമായ ഊർജ്ജവും ശാരീരിക വഴക്കവും മുഖത്ത് അത്ഭുതകരമായ തിളക്കവും എങ്ങനെ നിലനിർത്താൻ കഴിയുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന് തന്റെ വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താനും 60-ാം വയസ്സിലും 25 വയസ്സുള്ള ഒരു യുവാവിനെപ്പോലെ ചുറുചുറുക്കോടെയും ആരോഗ്യത്തോടെയും കാണപ്പെടാനും ശരിക്കും സാധിക്കുമോ? കാലചക്രത്തെ പിന്നോട്ടു തിരിക്കാൻ കഴിവുള്ള തികച്ചും നിഗൂഢവും പ്രാചീനവും ശക്തവുമായ അത്തരമൊരു വിദ്യയുടെ ആഴങ്ങളിലേക്കാണ് ഇന്ന് നാം ഇറങ്ങിച്ചെല്ലുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. ഈ വീഡിയോ പ്രാചീന ഭാരതീയ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രീയ ഗവേഷണങ്ങൾ, മനഃശാസ്ത്രം, ആത്മീയ വിശ്വാസങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ഏതെങ്കിലും വൈദ്യശാസ്ത്ര രീതികൾക്ക് പകരമാവുകയോ ചെയ്യുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശം. ആരോഗ്യമോ ധ്യാനമോ സംബന്ധിച്ച ഏതെങ്കിലും പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കുകയും ആവശ്യമെങ്കിൽ വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക. മറിച്ച് നൂറ്റാണ്ടുകളായി സാധാരണക്കാരിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന ശക്തവും ശാസ്ത്രീയവും ആത്മീയവുമായ ഒരു സത്യമാണിത്. യഥാർത്ഥത്തിൽ പ്രായമാകുക എന്നത് ശരീരത്തിലെ കോശങ്ങളുടെ നാശമോ കലണ്ടറിലെ താളുകൾ മറിയുന്നതോ മാത്രമല്ല, അതൊരു വലിയ മാനസികവും യുക്തിസഹവുമായ സത്യം കൂടിയാണ്. ഒരു വ്യക്തി ഉള്ളിൽ എത്രത്തോളം പ്രായം അനുഭവിക്കുന്നുവോ അത്രത്തോളം മാത്രമേ അയാൾക്ക് പ്രായമാകുന്നുള്ളൂ എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്നാൽ നമ്മുടെ ആധുനിക ജീവിതശൈലിയും ഭയവും നെട്ടോട്ടവും നമ്മുടെ ശ്വാസഗതിയെ വളരെ വേഗമേറിയതും ആഴമില്ലാത്തതുമാക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ നമ്മുടെ ശരീരം ഓരോ നിമിഷവും കടുത്ത പിരിമുറുക്കത്തിന്റെ അവസ്ഥയിലാണ് കഴിയുന്നത്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴോ ഭയപ്പെടുമ്പോഴോ ഉത്കണ്ഠാകുലരാകുമ്പോഴോ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം എത്ര ക്രമരഹിതവും വേഗത്തിലുമാകുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കലണ്ടർ പ്രകാരമുള്ള നിങ്ങളുടെ പ്രായവും ശരീരത്തിലെ അവയവങ്ങളുടെയും കോശങ്ങളുടെയും യഥാർത്ഥ പ്രായവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകാമെന്ന് ശാസ്ത്രവും ഇപ്പോൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഈ ശരീരപ്രായത്തെ കായകൽപ്പത്തിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള രഹസ്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വൈദിക ഋഷിമാർ തങ്ങളുടെ ബോധത്തിന്റെ പരീക്ഷണശാലയിൽ കണ്ടെത്തിയിരുന്നു. ഈ പരമമായ രഹസ്യത്തിന്റെ പേരാണ് കുംഭക മഹാവിദ്യ. ഇത് ഒരു സാധാരണ പ്രാണായാമമോ വെറുതെ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയോ അല്ല, മറിച്ച് പ്രാണനെ ശരീരത്തിനുള്ളിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നിർത്തുന്ന പരമമായ ശാസ്ത്രീയവും ആത്മീയവുമായ കലയാണ്. ശ്വേതാശ്വതര ഉപനിഷത്ത്, ഹഠയോഗ പ്രദീപിക, യോഗവാസിഷ്ടം തുടങ്ങിയ നമ്മുടെ പ്രാചീനവും പവിത്രവുമായ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ചലേ വാതേ ചലം ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത്. അതായത് ശ്വാസം ചലിക്കുമ്പോൾ മനസ്സ് അസ്ഥിരമാകുന്നു, കുംഭകത്തിലൂടെ ശ്വാസം സ്ഥിരമാകുമ്പോൾ മനസ്സും പൂർണ്ണമായും സ്ഥിരമാകുന്നു എന്നാണ് ഇതിനർത്ഥം. മനസ്സും പ്രാണനും ഒരുമിച്ച് നിൽക്കുമ്പോൾ ശരീരത്തിനുള്ളിലെ അനാവശ്യമായ ഊർജ്ജച്ചെലവ് നിൽക്കുകയും കോശങ്ങളുടെ നാശം, അതായത് വാർദ്ധക്യം, അവിടെ വെച്ച് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശരിയായ രീതിയിൽ ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഉള്ളിലെ സമയത്തിന്റെ സ്വാധീനത്തെ കുറച്ചുനേരത്തേക്ക് നിങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുന്നതിന്റെയും കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന്റെയും പ്രക്രിയയായി ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം കാണുന്ന ശാശ്വതമായ ഒരു പ്രപഞ്ച നിയമമാണിത്. പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങളെ നിർബന്ധിതരാക്കുന്ന വളരെ യുക്തിസഹവും സ്വാഭാവികവുമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. പ്രകൃതിയിൽ ഒരു ജീവി എത്ര വേഗത്തിൽ ശ്വസിക്കുന്നുവോ അത്രയും കുറവായിരിക്കും അതിന്റെ ആയുസ്. ഒരു നായ 1 മിനിറ്റിൽ ഏകദേശം 20 മുതൽ 30 തവണ വരെ ശ്വസിക്കുന്നു. അതിന്റെ ശരാശരി ആയുസ് 10 മുതൽ 15 വർഷം വരെയാണ്. എന്നാൽ ഒരു ആമ 1 മിനിറ്റിൽ 3 മുതൽ 4 തവണ മാത്രമേ ശ്വസിക്കുന്നുള്ളൂ. അത് 150 മുതൽ 300 വർഷം വരെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ദൈവം നമുക്ക് ജീവിക്കാൻ നൽകിയിരിക്കുന്നത് വർഷങ്ങളോ ദിവസങ്ങളോ അല്ല, മറിച്ച് ഒരു നിശ്ചിത എണ്ണം ശ്വാസങ്ങളാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ യോഗികൾ മനസ്സിലാക്കിയ ലളിതമായ ശാസ്ത്രമാണിത്. നാം കുംഭകം കൃത്യമായും ശരിയായ രീതിയിലും ശീലിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തിന്റെ ഉപയോഗം നാം മന്ദഗതിയിലാക്കുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിലെ DNA-യുടെ അറ്റത്തുള്ള ടെലോമിയറുകളുടെ നീളം കുറയുന്ന പ്രക്രിയ ഇതിലൂടെ വളരെ മന്ദഗതിയിലാകുന്നു. മനുഷ്യർ എത്ര വേഗം വൃദ്ധരാകുമെന്നോ എത്ര കാലം ചെറുപ്പമായിരിക്കുമെന്നോ തീരുമാനിക്കുന്ന ബയോളജിക്കൽ ക്ലോക്കുകളാണ് ഈ ടെലോമിയറുകൾ. നിങ്ങൾ കുംഭകം ചെയ്യുമ്പോൾ, അതായത് ശ്വാസം ഉള്ളിലോ പുറത്തോ പിടിച്ചു നിർത്തുമ്പോൾ, ശരീരത്തിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിയന്ത്രിതമായ അളവിൽ നേരിയ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങുന്നു. ആധുനിക ശരീരശാസ്ത്രത്തിൽ ഇതിനെ ബോർ പ്രഭാവം എന്ന് വിളിക്കുന്നു. ഈ പ്രഭാവം കാരണം നിങ്ങളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൂടുതൽ എളുപ്പത്തിൽ പുറത്തുവിടാൻ തുടങ്ങുന്നു. ആ ജീവദായകമായ ശുദ്ധമായ ഓക്സിജൻ നിങ്ങളുടെ ഓരോ മൃതപ്രായമായ കോശങ്ങളിലും നിങ്ങളുടെ തലച്ചോറിന്റെ എല്ലാ കോണുകളിലും ചർമ്മത്തിന്റെ ആഴങ്ങളിലും എത്തിച്ചേരാൻ തുടങ്ങുന്നു. യഥാർത്ഥ കായകൽപ്പം തുടങ്ങുന്ന രഹസ്യാവസ്ഥ ഇതാണ്. ശരീരം സ്വയം കേടുപാടുകൾ തീർക്കാൻ തുടങ്ങുകയും ഏതൊരു കോസ്മെറ്റിക് ക്രീമിനും നൽകാൻ കഴിയാത്ത തിളക്കം മുഖത്ത് വരികയും ചെയ്യുന്നു. എന്നാൽ ഈ വിദ്യ ശരിക്കും ഇത്രയും അത്ഭുതകരമാണോ? ഇതിന്റെ സ്വാധീനം ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ
മുഴുവൻ ശ്രദ്ധയോടെ കാണുന്നത് തുടരുക. കാരണം ഒരു സിദ്ധഗുരുവിനെപ്പോലെ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു ലൈവ് പരിശീലനം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ നേരിട്ടുള്ള ഫലം അടുത്ത ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും വളരെ വ്യക്തമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ അനുഭവം വളരെ അത്ഭുതകരമായിരിക്കും. നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും. ശരി, നാം സംസാരിക്കുന്ന ആ സത്യം ഇപ്പോൾ നേരിട്ട് അനുഭവിക്കാം. നിങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും എങ്ങനെയിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ നട്ടെല്ല് നേരെയാക്കി വയ്ക്കുക. നിങ്ങളുടെ ചുമലുകൾ പൂർണ്ണമായും അയച്ചുവിടുകയും കണ്ണുകൾ മൃദുവായി അടയ്ക്കുകയും ചെയ്യുക. ഇനി നിങ്ങളുടെ വയറും നെഞ്ചും വികസിപ്പിച്ചുകൊണ്ട് ദീർഘവും ആഴത്തിലുള്ളതുമായ ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നിങ്ങളുടെ പൂർണ്ണശേഷിയോടെ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുക. യാതൊരു നിർബന്ധവും പിടിക്കരുത്. വളരെ ശാന്തമായി ശ്വാസം അടക്കി നിർത്തുക മാത്രം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ നെറ്റിയുടെ കൃത്യം മധ്യഭാഗത്തേക്ക്, അതായത് ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഹൃദയമിടിപ്പ് അനുഭവിക്കുക. വളരെ നിഗൂഢമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിൽ പുതിയ ചിന്തകളൊന്നും വരുന്നില്ല. ഒരു ഉത്കണ്ഠയോ സമ്മർദ്ദമോ ഭൂതകാലത്തിന്റെ സങ്കടങ്ങളോ ഭാവിയിലെ ഭയമോ ഈ നിമിഷം നിങ്ങളെ തൊടുന്നില്ല. നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും പൂർണ്ണമായും ശൂന്യവും ശാന്തവുമായിരിക്കുന്നു. ഇപ്പോൾ പതുക്കെ പൂർണ്ണശാന്തതയോടെ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും അയച്ചുവിടാൻ അനുവദിക്കുക. കണ്ണുകൾ തുറക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ശരീരത്തിലും തലച്ചോറിലുമുടനീളം ഓടുന്ന ആ അത്ഭുതകരമായ വിറയലും ഉന്മേഷവും അതിരുകളില്ലാത്ത സമാധാനവും അനുഭവിക്കുക. ഇതൊരു മിഥ്യയോ മാന്ത്രിക വിദ്യയോ അല്ല. കുംഭകം കാരണം നിങ്ങളുടെ ശരീരവും മനസ്സും അമാനുഷികമായ ഒരു ശൂന്യത അനുഭവിച്ച നിമിഷമായിരുന്നു അത്. നിങ്ങൾ ശ്വാസം നിർത്തിയ ഉടൻ തന്നെ നിങ്ങളുടെ തലച്ചോറിന് ചിന്തകളുടെ വല നെയ്യാൻ ആവശ്യമായ ഊർജ്ജം ഉടനടി വിച്ഛേദിക്കപ്പെട്ടു. മനുഷ്യന്റെ 90% രോഗങ്ങളും വാർദ്ധക്യവും അവന്റെ മനസ്സിൽ നടക്കുന്ന അനിയന്ത്രിതവും നിഷേധാത്മകവുമായ ചിന്തകൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനഃശാസ്ത്രം വ്യക്തമായി പറയുന്നു. ശ്വാസം നിന്നയുടനെ ആ ചിന്താപരമ്പര തകരുകയും നിങ്ങളുടെ നാഡീവ്യൂഹത്തിന് ആഴത്തിലുള്ള ഒരു റീസെറ്റ് ലഭിക്കുകയും ചെയ്തു. ഈ ചെറിയ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായ ശാന്തതയോ ഏകാഗ്രതയോ പുതിയ ഊർജ്ജത്തിന്റെ നേരിയ സ്പർശമോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുവഴി നിങ്ങൾ ഈ പ്രപഞ്ചസത്യം കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറും കുറച്ച് സെക്കൻഡുകൾ നീളുന്ന പരിശീലനത്തിലൂടെ ശരീരത്തിലും മനസ്സിലും ഇത്രയും അത്ഭുതകരമായ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ ഇത് പതിവായി ശരിയായ രീതിയിൽ ശീലിക്കുന്നതിലൂടെ എന്തൊക്കെ മാറ്റാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു നോക്കൂ. നാം 60-ാം വയസ്സിൽ 25-കാരനായി കാണപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനു പിന്നിൽ കായകൽപ്പത്തിന്റെ വളരെ ശക്തമായ ശാസ്ത്രീയവും യുക്തിസഹവുമായ അടിത്തറ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ കുംഭകം ശീലിച്ചയുടൻ നിങ്ങളുടെ ശരീരത്തിലെ വേഗസ്നാഡി ഉടനടി സജീവമാകുന്നു. നിങ്ങളുടെ തലച്ചോറിനെ ഹൃദയവുമായും ദഹനവ്യവസ്ഥയുമായും നേരിട്ട് ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നാഡിയാണിത്. വേഗസ്നാഡി സജീവമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വാർദ്ധക്യവും സമ്മർദ്ദവും ഉണ്ടാക്കുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് അതിവേഗം കുറയാൻ തുടങ്ങുന്നു. അതോടൊപ്പം ആധുനിക വൈദ്യശാസ്ത്രം യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ യൗവനത്തിന്റെ ഹോർമോൺ എന്ന് വിളിക്കുന്ന DHEA എന്ന പ്രത്യേക ഹോർമോണിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റുന്നതിനും കോശങ്ങളെ ചെറുപ്പമാക്കി നിലനിർത്തുന്നതിനും നിങ്ങളെ ഉള്ളിൽ നിന്ന് യൗവനയുക്തമാക്കുന്നതിനുമുള്ള പ്രധാന അടിസ്ഥാനം ഈ ഹോർമോണാണ്. മതഗ്രന്ഥങ്ങളിലും പ്രാചീന യോഗശാസ്ത്രങ്ങളിലും ഈ പ്രക്രിയയെ കൂടുതൽ ആഴത്തിലും നിഗൂഢമായും വിശദീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രം പീനിയൽ ഗ്രന്ഥി എന്ന് വിളിക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ മുകൾ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഒരു ദിവ്യമായ സ്രവമുണ്ടാകുന്നുവെന്ന് ശിവസംഹിത, ഗോരക്ഷശതകം തുടങ്ങിയ മഹത്തായ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇതിനെ അമൃത് അല്ലെങ്കിൽ സോമരസം എന്ന് വിളിക്കുന്നു. ഈ അമൃത് ഓരോ നിമിഷവും ഇറ്റുവീണ് നമ്മുടെ നാഭിയിലുള്ള ജഠരാഗ്നിയിൽ, അതായത് ദഹനഗ്നിയിൽ ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഊർജ്ജത്തിന്റെ നിരന്തരമായ നഷ്ടം കാരണമാണ് ശരീരത്തിൽ വാർദ്ധക്യമുണ്ടാകുന്നതും മരണമെടുക്കുന്നതും. എന്നാൽ ഒരു സാധകൻ കുംഭകത്തോടൊപ്പം പ്രത്യേക യോഗാമുദ്രകൾ ശീലിക്കുമ്പോൾ അവന്റെ പ്രാണവായു താഴേക്കൊഴുകുന്നതിനു പകരം മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. അത് ഇറ്റുവീഴുന്ന ജീവദായകമായ അമൃതിനെ അഗ്നിയിൽ കത്തിയെരിയുന്നതിൽ നിന്ന് തടയുന്നു. ഈ അമൃത് ശരീരത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ യഥാർത്ഥ കായകൽപ്പം ആരംഭിക്കുന്നു. മുടി വീണ്ടും കറുക്കാൻ തുടങ്ങുന്നു. ചർമ്മത്തിൽ ഒരു ദിവ്യമായ തിളക്കം വരുന്നു. മനുഷ്യന് 60 വയസ്സിലും 25 വയസ്സുള്ള ഒരു യുവാവിന്റെ ചുറുചുറുക്കും ഊർജ്ജവും ലഭിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഈ മുഴുവൻ പ്രക്രിയയെയും ഇന്റർമിറ്റന്റ് ഹൈപ്പോക്സിയ എന്ന് വിളിക്കാം. ഇതിന്റെ പഠനത്തിനും കണ്ടെത്തലിനും ശാസ്ത്രജ്ഞർക്ക് നോബൽ സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കുംഭകം ചെയ്യുമ്പോൾ ശരീരത്തിൽ കുറച്ചുനേരത്തേക്ക് ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇത് കണ്ട് ശരീരത്തിന്റെ അതിജീവന സംവിധാനം പെട്ടെന്ന് ജാഗ്രതയിലാകുകയും ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സ്റ്റെം സെല്ലുകളെ ഉണർത്തുകയും ചെയ്യുന്നു. തകരാറിലായ ഏത് അവയവത്തെയും പുതിയതാക്കാൻ കഴിയുന്ന ശരീരത്തിലെ മാസ്റ്റർ സെല്ലുകളാണ് ഈ സ്റ്റെം സെല്ലുകൾ. നിങ്ങളുടെ പഴയ കോശങ്ങൾ അവയുടെ രോഗഗ്രസ്തമായ ഓർമ്മകൾ മറന്ന് പുതിയതും യുവത്വമുള്ളതുമായ ഘടനയിലേക്ക് മാറാൻ തുടങ്ങുന്നു. എന്നാൽ
ഏതെങ്കിലും വിധത്തിൽ ശ്വാസം പിടിച്ചു നിർത്തുന്നതുകൊണ്ട് മാത്രം എല്ലാം ആകുമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ഒരിക്കലുമില്ല. കുംഭകത്തിന്റെ ശരിയായ രീതി എന്താണ്? ഇത് എപ്പോൾ, എങ്ങനെ, എത്ര അളവിൽ ചെയ്യണം? അത് ശരീരത്തിന് യാതൊരു ദോഷവും വരുത്താതിരിക്കാനും നമ്മുടെ പ്രായത്തെ യഥാർത്ഥത്തിൽ പിന്നോട്ടു കൊണ്ടുപോകാനും. ഇതിന്റെ ഏറ്റവും നിഗൂഢവും അവസാനത്തെയുമായ രഹസ്യം ഇനിയും അവശേഷിക്കുന്നു. ആ രഹസ്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ്, ശ്വാസം നിലച്ചതിനു ശേഷമുള്ള ആ ആഴത്തിലുള്ള സമാധാനം ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വിദ്യ നിങ്ങൾ എത്ര ആഴത്തിലാണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ നിങ്ങളുടെ മറുപടി എന്നെ സഹായിക്കും. കുംഭകത്തിന്റെ ഈ യാത്രയിലെ ഏറ്റവും വലുതും ആഴത്തിലുള്ളതുമായ രഹസ്യം മറഞ്ഞിരിക്കുന്നത് അതിന്റെ രീതിയിലല്ല, മറിച്ച് അതിന്റെ അനുപാതത്തിലും അവസ്ഥയിലുമാണ്. നമ്മുടെ യോഗശാസ്ത്രങ്ങളിൽ ശ്വാസമെടുക്കുന്നതിനെ പൂരകമെന്നും ശ്വാസം വിടുന്നതിനെ രേചകമെന്നും ശ്വാസം പിടിച്ചു നിർത്തുന്നതിനെ കുംഭകമെന്നും പറയുന്നു. ഈ പിടിച്ചുനിർത്തൽ രണ്ടു തരത്തിലുണ്ട്. അന്തർകുംഭകം, അതായത് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ബാഹ്യകുംഭകം, അതായത് ശ്വാസം പൂർണ്ണമായും പുറത്തുവിട്ട് പിടിച്ചു നിർത്തുക. ഇവ രണ്ടിലും ബാഹ്യകുംഭകമാണ് കൂടുതൽ നിഗൂഢവും ശക്തവുമായി കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ പൂർണ്ണ ശ്വാസവും പുറത്തുവിട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്തുമ്പോൾ ശരീരത്തിനുള്ളിൽ പൂർണ്ണമായ ശൂന്യതയുടെ അവസ്ഥ ഉണ്ടാകുന്നു. ഉപനിഷത്തുകളിൽ ബ്രഹ്മാവസ്ഥ അല്ലെങ്കിൽ തുരീയാവസ്ഥ എന്ന് വിളിക്കുന്നത് ഈ ശൂന്യതയെയാണ്. ഈ അവസ്ഥയിൽ ജീവൻ അവസാനിക്കുന്നു എന്ന മിഥ്യാധാരണ ശരീരത്തിനുണ്ടാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ അതിജീവന സംവിധാനം അതിന്റെ പരമോന്നത ശക്തിയോടെ ഉണരുന്ന നിമിഷമാണിത്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അസുഖവും, എല്ലാ മൃതകോശങ്ങളും, ഓരോ ബ്ലോക്കുകളും കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ ഭേദമാക്കാൻ അപാരമായ കഴിവുള്ള നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആന്തരിക വൈദ്യനെയോ പ്രകൃതിദത്ത ഹീലറെയോ ഈ അവസ്ഥ ഉണർത്തുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതും യുക്തിസഹവുമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കുംഭകം എന്നത് ഒരു ജിമ്മിലെ വ്യായാമമല്ല. അമിതമായി ബലം പ്രയോഗിച്ചോ നിങ്ങളുടെ കഴിവിൽ കൂടുതൽ സമയം ശ്വാസം പിടിച്ചു നിർത്തിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ചെറുപ്പമാകാൻ കഴിയില്ല. നിങ്ങൾ ബലപ്രയോഗത്തിലൂടെ ശ്വാസം പിടിച്ചു നിർത്തിയാൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും, രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും നാഡീവ്യൂഹത്തിൽ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ സ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് ഗുണം ചെയ്യുന്നതിന് പകരം നിങ്ങളെ കൂടുതൽ പ്രായമുള്ളവരും രോഗികളുമാക്കും. പതഞ്ജലി യോഗസൂത്രത്തിൽ മഹർഷി പതഞ്ജലി വ്യക്തമായി നിർദ്ദേശിക്കുന്നത് പ്രാണായാമവും കുംഭകവും ദീർഘവും, അതായത് വലുതും സൂക്ഷ്മവും, അതായത് വളരെ സാവധാനത്തിലും യാതൊരു സമ്മർദ്ദവുമില്ലാതെ ആയിരിക്കണമെന്നാണ്. നിങ്ങളുടെ മുഖത്ത് യാതൊരു പിരിമുറുക്കവുമില്ലാത്തതാണ് ഒരു സിദ്ധകുംഭകം. നിങ്ങളുടെ നെറ്റിയിൽ ചുളിവുകളൊന്നും ഉണ്ടാകരുത്. ശരീരം പൂർണ്ണമായും റിലാക്സ് ആയിരിക്കണം. ഇത് തുടങ്ങാനുള്ള ഏറ്റവും ശരിയായതും സുരക്ഷിതവുമായ മാർഗം നിങ്ങളുടെ പൂരകത്തിന്റെയും രേചകത്തിന്റെയും സമയം വർദ്ധിപ്പിക്കുകയും അതിനിടയിൽ വളരെ സ്വാഭാവികവും ലളിതവുമായ കുറച്ച് സെക്കൻഡുകളുടെ ഇടവേള കൊണ്ടുവരികയുമാണ്. യാതൊരു ശ്രമവുമില്ലാതെ ഈ ഇടവേള പതിയെ പതിയെ സ്വയം വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ കേവല കുംഭകമെന്ന് വിളിക്കുന്നു. ഇത് കായകൽപ്പത്തിന്റെ ഏറ്റവും ഉയർന്നതും സുരക്ഷിതവുമായ അവസ്ഥയാണ്. ശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും വീക്ഷണകോണിൽ പ്രായമാകുന്നത് ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ ചിന്തകൾക്കും കൂടിയാണ്. നിങ്ങൾക്ക് പ്രായമാകുന്നുവെന്ന് നിങ്ങൾ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ലോകത്തിലെ ഒരു യോഗവിദ്യയ്ക്കും വൈദ്യശാസ്ത്രത്തിനും നിങ്ങളെ ചെറുപ്പമാക്കാൻ കഴിയില്ല. ഇതിനെ പ്ലാസിബോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ കോശങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ ചിന്തകളെ കേൾക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കുംഭകം ശീലിക്കുമ്പോൾ നിങ്ങളുടെ ബോധം വർത്തമാന നിമിഷത്തിൽ കേന്ദ്രീകൃതമാകുന്നു. അവിടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപമോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ഇല്ല. യോഗികൾ ഹിമാലയൻ ഗുഹകളിൽ പോയി അന്വേഷിക്കുന്ന അമൃത് ഈ വർത്തമാന നിമിഷം തന്നെയാണ്. നിങ്ങൾ ദിവസവും ഈ ശൂന്യത അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വയം റീപ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുകയും ശരീരത്തെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന പഴയ മാനസിക ഘടികാരത്തെ തകർക്കുകയും ചെയ്യുന്നു. 60 വയസ്സുകാരന് പോലും 25 വയസ്സുള്ള യുവാവിന്റേതുപോലുള്ള ഊർജ്ജവും മാനസിക വ്യക്തതയും കൈവരിക്കാൻ കഴിയുന്ന അവസ്ഥയാണിത്. ഈ മുഴുവൻ പ്രക്രിയയെയും വളരെ യാഥാർത്ഥ്യബോധത്തോടെയും പ്രായോഗികവുമായ വീക്ഷണകോണിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. കുംഭകം ചെയ്യുന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും ഒറ്റരാത്രി കൊണ്ട് ചെറുപ്പമാകുകയും അമരനാകുകയും ചെയ്യുമോ? ഇതൊരു മാന്ത്രിക വിദ്യയല്ല. പ്രായമാകൽ വളരെ മന്ദഗതിയിലാകുകയും ശരീരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നത് അതിവേഗത്തിലാകുകയും ചെയ്യുന്ന ആന്തരിക അന്തരീക്ഷ കുംഭകം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സൃഷ്ടിക്കുന്നു. എന്നാൽ ഇതിനൊപ്പം നിങ്ങളുടെ ഭക്ഷണക്രമവും ദിനചര്യകളും ചിന്തകളും ആ ദിശയിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ട്. ശരിയായ കുംഭകത്തോടൊപ്പം ശരിയായ ഭക്ഷണക്രമവും പോസിറ്റീവായ ചിന്തകളും നിങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന രാസവസ്തു ഏതൊരു പുറത്തുനിന്നുള്ള മരുന്നിനേക്കാളും ശസ്ത്രക്രിയയേക്കാളും വളരെ ശക്തമാണ്. ഇത് നിരന്തരം തുടരുന്ന ഒരു സാധനയാണ്. ഇത് നിങ്ങളുടെ ബാഹ്യരൂപത്തെ മെച്ചപ്പെടുത്തുക മാത്രമല്ല, സമയത്തിന്റെ യാതൊരു പ്രഹരങ്ങൾക്കും ബാധിക്കാൻ കഴിയാത്ത വിധം ഉള്ളിൽ നിന്ന് തികച്ചും ശാന്തവും സ്ഥിരവും ശക്തവുമായൊരു മനുഷ്യനായി നിങ്ങളെ മാറ്റുകയും ചെയ്യുന്നു. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ശ്വാസത്തിന്റെ ഈ അത്ഭുതകരമായ ശാസ്ത്രത്തെ വെറുമൊരു പ്രവൃത്തിയായി കാണാതെ നിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ഇതിനെ കണക്കാക്കുക. ഈ രഹസ്യം അറിഞ്ഞുകഴിഞ്ഞാൽ
നിങ്ങളുടെ ശ്വാസത്തെ അനിയന്ത്രിതമായും വേഗത്തിലും പോകാൻ അനുവദിക്കണോ, അതോ കുംഭകത്തിന്റെ ശക്തികൊണ്ട് അവയെ നിയന്ത്രിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെയും ആരോഗ്യത്തിന്റെയും പ്രായത്തിന്റെയും നിയന്ത്രണം നിങ്ങളുടെ കൈകളിലെടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾക്കാണ്. ഈ വിദ്യ ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി മറച്ചുവെക്കപ്പെട്ട പരമമായ സത്യമാണ്. പൂർണ്ണമായ ശാസ്ത്രീയ ധാരണയോടെയും വിശ്വാസത്തോടെയും ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള സമയമാണിത്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പുതിയ മാനം നൽകുകയും ഈ അറിവ് യുക്തിസഹവും സത്യവുമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും ഈ അത്ഭുതകരമായ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുക. പിന്നെ നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ദിനചര്യയിൽ ഈ ലളിതമായ കുംഭക പരിശീലനം ഉൾപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ എന്ന് എനിക്ക് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഇതുപോലുള്ള ആഴത്തിലുള്ളതും ശാസ്ത്രീയവും നിഗൂഢവുമായ സത്യങ്ങൾ ഞങ്ങൾ തുടർന്നും നിങ്ങൾക്കായി കൊണ്ടുവരും. ഞങ്ങളോടൊപ്പം തുടരുക, ആരോഗ്യത്തോടെയിരിക്കുക, നിങ്ങളുടെ ഊർജ്ജം ഉണർത്തി നിർത്തുക.